ആലപ്പുഴ കായംകുളം കറ്റാറത്ത് വൻ തീപിടുത്തം. വസ്ത്രവ്യാപാരശാലയും ജിമ്മും കത്തിനശിച്ചു. തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അശ്വിൻ പാലാഴിയുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. അശ്വിൻ, ഇത് എപ്പോൾ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? നിലവിൽ ഇപ്പോൾ ഈ തീ പൂർണ്ണമായും അണച്ചോ? അമൃത, ഇന്ന് രാത്രി 8:30യോടുകൂടിയാണ് വൻ തീപിടുത്തം ഉണ്ടാകുന്നത്. കായംകുളം കറ്റാനം ജംഗ്ഷന് സമീപമുള്ള KP റോഡിൽ പ്രവർത്തിക്കുന്ന വാണിജ്യ സമുച്ചയത്തിലേക്കാണ് തീ പടർന്നത്. പക്ഷേ ഇപ്പോഴും എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇപ്പോഴും ഈ വലിയ 2 നില കെട്ടിടമാണ് ആദ്യം തീ പടരുന്നത്. അവിടെ ആ കെട്ടിടത്തിൽ ഒരു ജിംനേഷ്യം, ഒപ്പം അതിൻ്റെ താഴത്തെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു വസ്ത്രവ്യാപാര സ്ഥാപനം അത് കൂടാതെ ഒരു ഹോം അപ്ലയൻസ് സ്ഥാപനം എന്നീ 2 സ്ഥാപനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവിടെ പടർന്ന തീ ഏകദേശം ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ സമീപത്തെ സ്ഥാപനങ്ങളിലേക്കും കെട്ടിടങ്ങളിലേക്കും പടരുകയാണ്. അത് ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഈ ജിംനേഷ്യവും ഒപ്പം താഴത്തെ സ്ഥാപനവും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ തീ പടർന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 സ്ഥാപനങ്ങളിലും ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയുന്ന ആളുകളെല്ലാം താഴേക്ക് റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജിമ്മിൽ നിന്നും പുറകുവശം വഴി ആളുകൾ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. പക്ഷേ എത്ര പേർ ഈ കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. ആളുകൾ ഈ തീ പിടിച്ച ഈ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന സംശയം ഫയർഫോഴ്സിനുണ്ട്. ഇപ്പോഴും തീ വലിയ തോതിൽ പടരുന്നതിനാൽ അകത്തേക്ക് കയറിയുള്ള രക്ഷാപ്രവർത്തനം ഇതുവരെ സാധ്യമായിട്ടില്ല. അതിനിടെയാണ് തൊട്ടടുത്ത സ്ഥാപനങ്ങളിലേക്ക് കൂടി തീ പടരുന്ന ഒരു സാഹചര്യമുള്ളത്. നിലവിൽ കായംകുളം, മാവേലിക്കര, അടൂർ, കരുനാഗപ്പള്ളി എന്നീ ഫയർഫോഴ്സ് യൂണിറ്റുകളിലെ വാഹനങ്ങൾ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.